സങ്കീർത്തനം 101 അതിൻ്റെ 2-ാമത്തെ തിരുവചനം. ഞാൻ നിൻ്റെ വഴിയിൽ നിഷ്കളങ്കനായി നടക്കും. നീ എപ്പോൾ എൻ്റെ അടുക്കൽ വരും? ഞാൻ എൻ്റെ ഭവനത്തിൽ ഹൃദയ പരമാർത്ഥതയോടെ നടന്നു. സങ്കീർത്തനകൻ, പ്രത്യേകിച്ചും ദാവീദ് പറയുകയാണ്, ഞാൻ നിഷ്കളങ്കനായി നടക്കും എന്ന് പറയുകയാണ്. നിഷ്കളങ്കനായി നടക്കുക എന്നുള്ളത് ദാവീദിൻ്റെ ഒരു തീരുമാനമാണ്. അദ്ദേഹം നടക്കുവാൻ ആഗ്രഹിക്കുന്നത് താൻ ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും സ്വയം നടക്കും എന്നുള്ള സ്വന്തം തീരുമാനം പറയുകയാണ്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തി നിഷ്കളങ്കനായിരിക്കണോ, ഒരു വ്യക്തി വിശുദ്ധനായിരിക്കണോ എന്നത് തീരുമാനിക്കുന്നത് അവൻ്റെ തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധനായി നടക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? വിശുദ്ധിയോടെ സഞ്ചരിക്കാൻ നമ്മൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ അത് നമ്മൾ ഇന്ന് തീരുമാനിക്കുക. ഞാൻ നിഷ്കളങ്കനായി നടക്കും, ഞാൻ പരമാർത്ഥതയോടെ നടക്കും എന്ന് ദാവീദ് പറയുകയാണ്. എവിടെ നടക്കുമെന്നാണ് അവൻ പറയുന്നത്? ഞാൻ എൻ്റെ ഭവനത്തിൽ ഹൃദയ പരമാർത്ഥതയോടെ നടന്നു. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുള്ള ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളത് ആരംഭിക്കേണ്ടത് സ്വന്തം കുടുംബത്തിലാണ്. സ്വന്തം കുടുംബത്തിലുള്ളവരോട് സ്നേഹമായി സംസാരിക്കാൻ, സ്വന്തം കുടുംബത്തിലുള്ളവരോട് വിശ്വസ്തയോടെ സംസാരിക്കാൻ, സ്വന്തം കുടുംബത്തിലുള്ളവരോട് നേരായി ഇടപെടുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ എങ്ങും നമ്മൾ നേരെയുള്ളവരായിരിക്കും. അതുകൊണ്ട് ഈ പ്രബന്ധം നമ്മെ വിളിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ, ഹൃദയപരമാർത്ഥതയോടെ ജീവിക്കാനാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ വിശുദ്ധിയോടെ ഹൃദയപരമാർത്ഥതയോടെ നടക്കും എന്നുള്ളൊരു തീരുമാനമാണ്. ഞാൻ നിൻ്റെ വഴികളിൽ നിഷ്കളങ്കനായി നടക്കും എന്ന് കർത്താവിലേക്ക് പറയാൻ, കർത്താവിൻ്റെ വഴിയിൽ നിഷ്കളങ്കതയോടെ നടക്കുവാൻ ഈ പ്രഭാതം നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.